ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി. ഞാൻ വിഷ്ണു പുഷ്പരാജ്. അപ്പം നമ്മൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ ക്ലാസ്, നമ്മൾ ആയതിന് വളരെ ചെറിയൊരു വീഡിയോ ക്ലാസ് ആണ്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരാഫിഡിനെ കുറിച്ചാണ്. അല്ലെ, നമ്മൾ പഠിക്കുന്നുണ്ടെന്നാണ്. ഇതൊരു അപ്പെക്സ് അഗ്രികൾച്ചറൽ പ്രോസസിംഗ് സൊസൈറ്റിക്ക് ഒരു ഉദാഹരണമാണ് ഈ കേരാഫിഡ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കാറുണ്ട്. അല്ലെ, അപ്പൊ നമുക്ക് കേരള കോർപ്പറേഷന്റെ പാർട്ടിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നോക്കണം. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ, അല്ലെ, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമുക്ക് കാണാറുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ഇന്നത്തെ ക്ലാസ്സിൽ, അല്ലെ, ഈ ചെറിയൊരു ക്ലാസ്സിൽ നമുക്ക് കേരാഫിഡിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഓർക്കേണ്ടത് കേരാഫിഡ് സ്റ്റാൻഡ്സ്, അല്ലെ, കേരാഫിഡ് എന്തിനാണ് സ്റ്റാൻഡ്സ് ഫോർ നോക്കിയേ? കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ. അപ്പൊ കേരാഫിഡിന്റെ ഫുൾ ഫോം എന്ന് വെച്ചാൽ എന്താണ്? കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ എന്നാണ് കേരാഫിഡിന്റെ ഫുൾ ഫോം. ഇവർ ഓർത്ത് വെച്ചേക്കുക, കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ. അപ്പൊ തന്നെ ഇത് എന്തൊരു അപ്പെക്സ് സംഘമാണ്, അല്ലെ, അപ്പെക്സ് ആണ്. ഇത് അപ്പെക്സ് ലെവലിൽ വരുന്നതാണ്. അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് ദ അപ്പെക്സ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ. അപ്പെക്സ് ഫെഡറേഷൻ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇതൊരു അപ്പെക്സ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഓഫ് കോക്കനട്ട് ഫാർമേഴ്സ് ഇൻ കേരള. കേരളത്തിലെ കോക്കനട്ട് ഫാർമേഴ്സിന്റെ ഒരു അപ്പെക്സ് കോപ്പറേറ്റീവ്, അല്ലെ, അപ്പെക്സ് അവരുടെ എന്താ പറയുക, ടോപ്പ് ലെവലിൽ വരുന്ന അല്ലെങ്കിൽ അപ്പെക്സ് ലെവലിൽ വരുന്ന ഒരു ഫെഡറേഷൻ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി പറയുന്നുണ്ടെന്നാണ് കേരാഫിഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അപ്പെക്സ് അഗ്രികൾച്ചറൽ പ്രോസസിംഗ് സൊസൈറ്റി. അല്ലെ, എന്താണ്? അപ്പെക്സ് അഗ്രികൾച്ചറൽ പ്രോസസിംഗ് സൊസൈറ്റിക്ക് ഒരു ഉദാഹരണമാണ് കേരാഫിഡ് എന്ന് ഓർത്ത് വെച്ചേക്കുക. വളരെ പ്രധാനപ്പെട്ട അവിടെ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം, അല്ലെ. ഓക്കെ, അപ്പൊ ഓർത്ത് പോകുക കേരാഫിഡ്, അല്ലെ, ഒന്നുകൂടെ ഞാൻ എടുത്തെടുത്ത് വീണ്ടും പറയുകയാണ്. ഇതിന്റെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു പോകണം. കേരാഫിഡ് സ്റ്റാൻഡ്സ് ഫോർ കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ. കേരള കേര കർഷക സഹകരണ ഫെഡറേഷൻ. പിന്നെ എപ്പോഴും അവർക്ക് കേരാഫിഡ് എന്ത് ടൈപ്പ് സംഘമാണെന്ന് ചോദിച്ചാൽ എന്താണ്? ഒരു അപ്പെക്സ് ലെവൽ ഫെഡറേഷൻ ആണ്, അല്ലെ. ഇറ്റ് ഈസ് ദ അപ്പെക്സ് ഫെഡറേഷൻ, അപ്പെക്സ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഓഫ് എന്തിന്റെ അപ്പെക്സ് ആണ്? കോക്കനട്ട് ഫാർമേഴ്സ് ഇൻ കേരള. അവരുടെ അപ്പെക്സ് ലെവലിൽ വരുന്നതാണെന്ന് ഓർത്ത് വെച്ചേക്കുക കേരാഫിഡ്. ഓക്കെ, അടുത്ത പോയിന്റിൽ പറയുന്നത് എന്തായാലും മക്കളെ, കേരാഫിഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അപ്പെക്സ് അഗ്രികൾച്ചർ പ്രോസസിംഗ് സൊസൈറ്റി. അപ്പൊ എന്താണ്? അപ്പെക്സ് ലെവൽ അഗ്രികൾച്ചർ പ്രോസസിംഗ് സൊസൈറ്റിക്ക് ഒരു ഉദാഹരണമാണ്. ഇപ്പൊ ഓർക്കുക കേട്ടോ, അപ്പെക്സ് അഗ്രികൾച്ചറൽ പ്രോസസിംഗ് സൊസൈറ്റിക്ക് ഒരു ഉദാഹരണമാണ് കേരാഫിഡ് എന്ന് ഓർത്ത് വെച്ചത്. അടുത്ത പോയിന്റ് പറഞ്ഞ രജിസ്റ്റേർഡ് ഓൺ. ഇത് രജിസ്റ്റർ ചെയ്തതും ഫംഗ്ഷൻ ചെയ്തതും രണ്ട് ഡേറ്റിലാണെന്ന് ഓർക്കണം കേട്ടോ. രജിസ്റ്റേർഡ് ഓൺ എന്താണ്? 4/2/1987 ഇവർ രജിസ്റ്റർ ചെയ്തത്. എന്നാണ് 4/2/1987 രജിസ്റ്റർ ചെയ്തത്. പ്രവർത്തനം ആരംഭിച്ചത് 16/9 കേട്ടോ. അപ്പൊ ഇത് രണ്ട് ഡേറ്റും പഠിക്കണം, രണ്ടും ചോദിക്കാം. നമ്മൾ ഈ രണ്ട് ഡേറ്റും പഠിക്കണം. രജിസ്റ്റർ ചെയ്തത് 4/2/1987 ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തത്, പ്രവർത്തനം ആരംഭിച്ചത് 16/9/1987 എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. പിന്നെ പറയുന്നത് ഹെഡ് ക്വാർട്ടർ, അല്ലെ. എവിടെയാണ് ഹെഡ് ക്വാർട്ടർ വരിക? ട്രിവാൻഡ്രത്താണ് കേട്ടോ. ട്രിവാൻഡ്രത്താണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടർ വരിക എന്ന് ഓർത്ത് വെച്ചു. ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ട്രിവാൻഡ്രമാണ്. അപ്പൊ ഓർത്ത് വെച്ചേക്കുക, രജിസ്റ്റർ ചെയ്തത് 4/2/1987, ഫംഗ്ഷൻ തുടങ്ങിയത് 16/9/1987. പിന്നെ ഇതിന്റെ ഹെഡ് ക്വാർട്ടർ, അല്ലെ, ഹെഡ് ക്വാർട്ടർ വരുന്നത് ട്രിവാൻഡ്രത്താണ് കേട്ടോ. ട്രിവാൻഡ്രത്താണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടർ എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഇവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന, നമ്മൾ ഓൾറെഡി പറഞ്ഞു, അല്ലെ, കോക്കനട്ട് ഫാർമേഴ്സിന്റെ അപ്പെക്സ് ലെവലിൽ വരുന്നതാണ്. പറയുന്നത് കേര ഈസ് ദ ബ്രാൻഡിനെ, ഇതെല്ലാം പഠിക്കണം കേട്ടോ. ഇതൊന്നും നമ്മൾ പഠിക്കാതെ പോകരുത്. കേര ഈസ് ദി ബ്രാൻഡ് നെയിം ഓഫ് കോക്കനട്ട് ഓയിൽ പ്രൊഡ്യൂസ്ഡ് ബൈ കേരാഫിഡ്. അപ്പൊ കേരാഫിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോക്കനട്ട് ഓയിലിന്റെ ബ്രാൻഡ് നെയിം ആണ് കേര കേട്ടോ. പേര് എല്ലാവർക്കും അറിയാം, നമ്മൾ കാണുന്നതാണ്, അല്ലെ. കേര ഈസ് ദ ബ്രാൻഡ് നെയിം ഓഫ് കോക്കനട്ട് ഓയിൽ പ്രൊഡ്യൂസ്ഡ് ബൈ കേരാഫിഡ്. അപ്പൊ കേരാഫിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോക്കനട്ട് ഓയിലിന്റെ ബ്രാൻഡ് നെയിം ആണ് കേര എന്ന് ഓർത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ പറയുന്നുണ്ട് മക്കളെ, കേര, കേരഗേസ്, കേരഗോൾഡ്, കേര ആക്മാർക്ക്, കേരജം കേശാമൃത് ആർ ദ പ്രൊഡക്ട്സ് ഓഫ് കേരാഫിഡ്. അപ്പൊ കേരാഫിഡുമായി ബന്ധപ്പെട്ട പ്രൊഡക്ട്സുകളാണ്. അത് ഈ പേര് കേൾക്കുമ്പോൾ ഓർക്കുക, കേര, കേരഗേസ്, കേരഗോൾഡ്. ആ താളത്തിൽ തന്നെ പിടിച്ചു കേട്ടോ. കേര, കേരഗേസ്, കേരഗോൾഡ്, കേര ആക്മാർക്ക്, കേരജം കേശാമൃത് ആർ ദ പ്രോഡക്ട്സ് ഓഫ് കേരാഫിഡ് എന്ന് ഓർത്ത് വെച്ചു കേട്ടോ. ഇതെല്ലാം എന്താണ്? കേരാഫിഡിന്റെ പ്രോഡക്റ്റ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ പറഞ്ഞ ഡയറക്ട് ടു കിച്ചൺ ഇസ് ദ സ്ലോഗൻ ഓഫ് കേരാഫിഡ്. അപ്പൊ കേരാഫിഡിന്റെ സ്ലോഗൻ എന്താണ്? ഡയറക്ട് ടു കിച്ചൺ എന്ന് ചോദിച്ചാൽ ഓർത്ത് വെക്കുക. ഈ പേരൊക്കെ ഓർക്കുക, കേര, കേരഗേസ്, കേരഗോൾഡ്, കേര ആക്മാർക്ക്, കേരജം കേശാമൃത് ഓർത്ത് വെക്കുക. പിന്നെ അതോടൊപ്പം തന്നെ ഡയറക്ട് ടു കിച്ചൺ ഇസ് ദ സ്ലോഗൻ ഓഫ് കേരാഫിഡ്. ഇപ്പൊ കേരാഫിഡിന്റെ ഒരു സ്ലോഗനായിട്ട് കണക്കാക്കുന്നത് ഡയറക്ട് ടു കിച്ചൺ ആണ്. ഡയറക്ട് ടു കിച്ചൺ ഇസ് ദ സ്ലോഗൻ ഓഫ് കേരാഫിഡ് എന്ന് ഓർത്ത് വെച്ചു.
പിന്നെ നമ്മൾ പഠിക്കുന്ന 2 പോയിന്റ് ഉണ്ട്. കമ്മോഡിറ്റി ഗ്രാന്റ് അല്ലെ, കമ്മോഡിറ്റി ഗ്രാന്റ് നൽകുന്നത് ആരാണ്? അത് NCDC ആണ്. പറയുന്നുണ്ട് കമ്മോഡിറ്റി ഗ്രാന്റ് ഈസ് ദ ഗ്രാന്റ് ഗിവൺ ടു കെയർഫെഡ്. അപ്പൊ കെയർഫെഡിന് നൽകുന്ന ഗ്രാന്റ് ആണ് അല്ലെ കമ്മോഡിറ്റി ഗ്രാന്റ് എന്ന് പറഞ്ഞാൽ. ആ കെയർഫെഡിന് നൽകുന്ന ഗ്രാന്റ് ആണ്. ആര് നൽകുന്നതാണ്? NCDC നൽകുന്നതാണ്. എന്തിനു വേണ്ടി? പറയുന്നുണ്ട് കോക്കനട്ട് ഡെവലപ്മെന്റ് പർപ്പസ്. അപ്പം മനസ്സിലാക്കി പഠിക്കണം. ചില കുട്ടികൾ കമ്മോഡിറ്റി ഗ്രാന്റ് NCDC നൽകുന്നു എന്തിനു വേണ്ടിയാണെന്നും ആരും അങ്ങനെ പഠിക്കാറില്ല. മനസ്സിലാക്കുക, നമുക്ക് കാണാൻ പഠിക്കണം എന്നുള്ള അർത്ഥം മനസ്സിലാക്കുക. അപ്പൊ പറഞ്ഞത് കമ്മോഡിറ്റി ഗ്രാന്റ് ഇസ് ദ ഗ്രാന്റ് ഗിവൺ ടു കെയർഫെഡ് ഫോർ കോക്കനട്ട് ഡെവലപ്മെന്റ് പർപ്പസ് ബൈ NCDC. ഇപ്പൊ NCDC കെയർഫെഡിന് നൽകുന്ന ആ ഒരു ഗ്രാന്റിനെയാണ് കമ്മോഡിറ്റി ഗ്രാന്റ് എന്ന് പറയുക. എന്തിനു വേണ്ടിയാണ് നൽകുന്നത്? ആ കോക്കനട്ട് ഡെവലപ്മെന്റ് പർപ്പസിനാണ് കേട്ടോ. അപ്പൊ അങ്ങനെ മനസ്സിലാക്കി പഠിക്കണം. കമ്മോഡിറ്റി ഗ്രാന്റ് ഈസ് ദ ഗ്രാന്റ് ഗിവൺ ടു കെയർഫെഡ് ഫോർ കോക്കനട്ട് ഡെവലപ്മെന്റ് പർപ്പസ് ബൈ NCDC എന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്തൊരു പോയിന്റ് പറഞ്ഞത് കെയർഫെഡ് ഹാസ് 2 എക്സ്പെല്ലർ ഓയിൽ എക്സ്ട്രാക്ഷൻ ഫാക്ടറീസ്. കെയർഫെഡ് 2 എന്താണ് ഓയിൽ എക്സ്ട്രാക്ഷൻ ഫാക്ടറീസ് ഉണ്ട്, എക്സ്പെല്ലർ ഫാക്ടറീസ് ഉണ്ട് അല്ലെ. എവിടെയൊക്കെയാണ് നമുക്ക് ജസ്റ്റ് നോക്കി വെക്കാം. കരുനാഗപ്പള്ളി ഇൻ കൊല്ലം, കൊല്ലത്ത് കരുനാഗപ്പള്ളിയിലും നടുവന്നൂർ ഇൻ കോഴിക്കോട് കേട്ടോ. ഈ 2 സ്ഥലങ്ങളിലാണ് കെയർഫെഡിന് 2 ഓയിൽ എക്സ്ട്രാക്ഷൻ ഫാക്ടറീസ് ഉള്ളതെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ പറഞ്ഞത് മാർജിൻ മണി അസിസ്റ്റൻസ് സ്കീം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ കെയർഫെഡ് കേട്ടോ. മാർജിൻ മണി അസിസ്റ്റൻസ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് കെയർഫെഡ് ആണ്. അപ്പൊ കെയർഫെഡുമായിട്ട് ഇങ്ങനെ വളരെ ചുരുക്കം ചില പോയിന്റ്സിലെ പഠിക്കാനുള്ളൂ. പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം കേട്ടോ. കെയർഫെഡ് സ്റ്റാൻഡ്സ് ഫോർ കേരള കർഷക സഹകരണ ഫെഡറേഷൻ. ഇതെന്താണ്? അപ്പെക്സ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഓഫ് കോക്കനട്ട് ഫാർമേഴ്സ് ഇൻ കേരള. കേരളത്തിലെ കോക്കനട്ട് ഫാർമേഴ്സിന്റെ അപ്പെക്സ് ലെവൽ എന്താണ് പറയുക? അപ്പെക്സ് ഒരു ഫെഡറേഷൻ എന്ന് പറയാം അല്ലെ. അപ്പെക്സ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ആണെന്ന് ഓർത്ത് വെച്ചത്. കെയർഫെഡ് എന്തിന് ഉദാഹരണമാണ്? ഇറ്റ്സ് അപ്പെക്സ് അഗ്രികൾച്ചർ പ്രോസസിംഗ് സൊസൈറ്റിക്ക് ഉദാഹരണമാണ് കെയർഫെഡ്. പിന്നെ പറയുകയാണ് രജിസ്റ്റർ ചെയ്തത് 4/2/1987 രജിസ്റ്റർ ചെയ്തത്. ഫംഗ്ഷൻ പ്രവർത്തനം ആരംഭിച്ചത് 16/9/1987. ഇവരുടെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? അത് ട്രിവാൻഡ്രത്താണ് കേട്ടോ. ഹെഡ് ക്വാർട്ടർ ട്രിവാൻഡ്രത്താണ്. പിന്നെ പറയുന്നത് കേര ഇസ് എ ബ്രാൻഡ് നെയിം ഓഫ് കോക്കനട്ട് ഓയിൽ പ്രൊഡ്യൂസ്ഡ് ബൈ കെയർഫെഡ്. കെയർഫെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോക്കനട്ട് ഓയിലിന്റെ ബ്രാൻഡ് നെയിമാണ് കേര. പിന്നെ കേരഗേസ്, കേരഗോൾഡ്, കേരാക്മാർക്ക്, കേരജുംകേസ് അമൃത് ഒക്കെ എന്തിന്റെ പ്രൊഡക്റ്റ് ആണ്? ഇതൊക്കെ കെയർഫെഡിന്റെ പ്രൊഡക്ട്സ് ആണ് അല്ലെ. കെയർഫെഡോട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ പറഞ്ഞ അവരുടെ സ്ലോഗൻ എന്താണ്? ഡയറക്റ്റ് ടു കിച്ചൺ ഈസ് ദ സ്ലോഗൻ ഓഫ് കെയർഫെഡ്. പിന്നെ പറയുന്നുണ്ട് കമ്മോഡിറ്റി ഗ്രാന്റ് അല്ലെ. കമ്മോഡിറ്റി ഗ്രാന്റ് ഈസ് ദ ഗ്രാന്റ് ഗിവൺ ടു കെയർഫെഡ് ഫോർ കോക്കനട്ട് ഡെവലപ്മെന്റ് പർപ്പസ് ബൈ NCDC നൽകുന്ന ഗ്രാന്റ് ആണ് കമ്മോഡിറ്റി ഗ്രാന്റ്. ആർക്ക്? കെയർഫെഡിന് നൽകുന്നതാണ്. എന്തിനു വേണ്ടിയാണ്? ആ കോക്കനട്ട് ഡെവലപ്മെന്റ് പർപ്പസിന് വേണ്ടി നൽകുന്നതാണ്. പിന്നെ ഇവർക്ക് 2 ഓയിൽ എക്സ്ട്രാക്ഷൻ ഫാക്ടറീസ് ഉണ്ട് അല്ലെ. എവിടെയാണ്? കരുനാഗപ്പള്ളി ഇൻ കൊല്ലം, നടുവന്നൂർ ഇൻ കോഴിക്കോട്. പിന്നെ മാർജിൻ മണി അസിസ്റ്റൻസ്, ആ പേരെന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. മാർജിൻ മണി അസിസ്റ്റൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കെയർഫെഡാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നോക്കേണ്ട കാര്യമില്ല. നമുക്കൊരു എക്സാം ഓറിയന്റഡ് രീതി പഠിച്ചാൽ മതി അല്ലെ. നമുക്കൊരു എക്സാം ഓറിയന്റഡ് രീതിയിലുള്ള പഠനമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇപ്പം നമ്മൾ എല്ലാവരും പഠിക്കുന്നു, നോട്ടിഫിക്കേഷൻ ഒക്കെ വരാനിരിക്കുന്നു. എല്ലാവരും ആ രീതിയിലേക്ക് ആയിരിക്കും. നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠനം തുടങ്ങാം എന്നുള്ള രീതിയിലേക്കൊന്നും ആരും പോകരുത് കേട്ടോ. നോട്ടിഫിക്കേഷൻ ചില കുട്ടികൾ അങ്ങനെയാണ്, നോട്ടിഫിക്കേഷൻ വന്നില്ലല്ലോ, നോട്ടിഫിക്കേഷൻ വന്നാൽ സമയമുണ്ടല്ലോ പഠിക്കാം, അങ്ങനത്തെ ഒരു ഒരു ഡിലേ നമുക്ക് വേണ്ട. നമുക്ക് ഇന്ന് മുതൽ തന്നെ ഇപ്പോൾ മുതൽ തന്നെ പഠിച്ചു തുടങ്ങാം. കാരണം എക്സാം ഓരോ ദിവസം കൂടുന്തോറും ടൈറ്റായി വരികയാണ്. അപേക്ഷകരുടെ എണ്ണം, കോമ്പറ്റീഷൻ കൂടുകയാണ്. അപ്പൊ നമുക്കറിയാം ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അത്രത്തോളം നല്ല രീതിയിലുള്ള അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കോമ്പറ്റേറ്റീവ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ശരിയല്ലേ? ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ക്വാളിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല, അത്ര സിമ്പിളായിട്ട് ഓടിച്ചെന്ന് അങ്ങോട്ട് എഴുതി കയറാനല്ലേ 1 മാസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ പഠിച്ചെന്ന് നടക്കുന്ന കാര്യമല്ല. അതൊരു ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് തന്നെയാണ്. നമ്മൾ അത്യാവശ്യം പഠിക്കണം. PYQs പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യണം. അത് ആൻസർ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് അത് പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അത് ആഴത്തിൽ കീറി മുറിക്കണമെന്ന് പറയും അല്ലേ. കാരണം പ്രോപ്പറായിട്ട് ആ വന്ന പാറ്റേൺ എങ്ങനെയാണ്, അവർ നോക്കിയിട്ടുള്ള ആ ഒരു ഏരിയാസ് ഏതൊക്കെയാണ്, ഏത് ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് അത് വിശകലനം ചെയ്ത് വേണം പഠിക്കാൻ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എക്സാം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയുന്ന പോലെ ഇതൊരു ആക്സിഡന്റ് അല്ല അല്ലേ. വിജയം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ആക്സിഡന്റ് അല്ല, ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് തന്നെയാണ് അല്ലെ. സക്സസ് ഈസ് നോട്ട് ആൻ ആക്സിഡന്റ് എന്നാണ് പറയുക. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. അത് കണ്ടിന്യൂസ് പ്രോസസ്സ് തന്നെയാണ്. എത്രത്തോളം നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുമോ അത്രത്തോളം നല്ല രീതിയിൽ നമ്മൾ പഠിക്കണം. അപ്പോൾ എല്ലാവരും നല്ലതായിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻസുകളൊക്കെ ചെയ്ത് പഠിക്കുക. പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യുക. നല്ല രീതിയിൽ ഷോർട്ട് നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.